നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുറേ ആൾക്കാരെ കാണും. അതായത് നമ്മൾ എന്തൊക്കെ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്താലും അതൊന്നും കാണില്ല. എന്നാൽ നമ്മൾ എന്തൊക്കെ ചെയ്ത് കൊടുക്കാത്ത കാര്യങ്ങൾ എണ്ണി എണ്ണി പറയുകയും പരിഭവം പ്രകടിപ്പിക്കുകയും ഞാൻ നിനക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് കണക്ക് പറയുകയും ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടാകും. നിങ്ങളുടെ കൂട്ടുകാരാവാം, നിങ്ങളുടെ പാർട്ട്ണറാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ ഒരാളാവാം. അപ്പോൾ ഇതിന് പിന്നിലൊരു സൈക്കോളജി ഫാക്ടേഴ്സ് ഉണ്ട്. ആ സൈക്കോളജി ഫാക്ടേഴ്സാണ് ഇന്ന് നിങ്ങളുടെ ഈ വീഡിയോയിലൂടെ ഞാൻ റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ഹലോ ജോബിഷ്. ഇതിൻ്റെ സൈക്കോളജിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മളതിന് മുമ്പ് വിലയിരുത്തേണ്ട അല്ലെങ്കിൽ ആഴമായി നോക്കേണ്ട ഒരു ചിന്താഗതിയുണ്ട്. അത് നമ്മുടെ എവല്യൂഷണറി പെർസ്പെക്റ്റീവാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമ്മുടെ പരിണാമത്തിൽ എങ്ങനെ നമുക്കിത് രൂപപ്പെട്ടു എന്നുള്ളതാണ്. നമ്മൾ മനുഷ്യർ ജീവിച്ചിട്ടുണ്ടായിരുന്നത് കൂട്ടം കൂട്ടമായിട്ടാണ്, ട്രൈബ്സ് ആയിട്ടാണ്. അങ്ങനെ ജീവിക്കുന്ന സമയത്ത് പരസ്പര സഹകരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പണ്ടുണ്ടായിരുന്ന ഒരു സഹകരണം എന്ന് പറയുന്നത് ഒരു കാര്യം അങ്ങോട്ട് ചെയ്തു കൊടുത്താൽ തിരിച്ച് വേറെ രൂപത്തിൽ സഹായം കിട്ടണം എന്നുള്ളതാണ്. റെസിപ്രോക്കൽ അൾട്രൂയിസം എന്നാണ് പറയുക. അതായത് ഞാൻ നിനക്കൊരു പാത്രം ഭക്ഷണം തന്നു കഴിഞ്ഞാൽ വേറൊരു ദിവസം വേറൊരു ഭക്ഷണം എനിക്ക് ഷെയർ ചെയ്യണം. ഇങ്ങനെ പരസ്പര സഹകരണത്തിലൂടെയാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൽ ആരെങ്കിലും ഒരാൾ വീഴ്ച വരുത്തിയാലും അല്ലെങ്കിൽ ചെയ്യാതിരുന്നാലൊക്കെ ഇത് ആ സർവൈവലിന് ഭയങ്കര ത്രെട്ടനിങ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു സൈക്കോളജിയാണ് ബ്രെയിനിലൂടെ കാലങ്ങളായിട്ട് കടന്നു വന്നത്. ഇപ്പോൾ ഈ കാലഘട്ടത്തിലൂടെ കടന്നു വന്നിരിക്കുന്നത്. അതിൽ ബ്രെയിൻ മാക്സിമം ആക്ട് ചെയ്യുന്നത് ഒരു അക്കൗണ്ടൻ്റ് ആയിട്ടാണ്. ഒരു അക്കൗണ്ടൻ്റെ ഡ്യൂട്ടി എന്താ? വരവും ചെലവും തുല്യമായിട്ട് പോകണം. അപ്പോൾ ഒരു സഹായം കിട്ടുമ്പോൾ വേറെ സഹായം ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സഹായം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ വേറെ രൂപത്തിൽ സഹായം നമുക്ക് തിരിച്ചു കിട്ടണം എന്നുള്ള അക്കൗണ്ട് രൂപ. ഇതിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു കൊടുത്തു എന്നുള്ള കാര്യത്തിനെക്കാട്ടും കൂടുതൽ ഫോക്കസ് വരുന്നത് എന്തൊക്കെ ചെയ്തു കൊടുത്തില്ല എന്നുള്ളതിനെയാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ചോദിക്കാം, എവല്യൂഷണൽ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ നമ്മൾ കൊടുത്തതും കിട്ടിയതും തുല്യമായിട്ട് കണക്ക് നോക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞ ഈ ആൾക്കാർ അവർക്ക് കിട്ടാത്തത് മാത്രമാണ് കണക്ക് വയ്ക്കുന്നത്. അതിന് പിന്നിൽ എന്തുകൊണ്ടാണ് കാരണം? അത് രണ്ട് കാരണങ്ങളാണ് വരുന്നത്. ഒന്ന് നെഗറ്റിവിറ്റി ബയസ്. അതായത് പണ്ട് നമ്മുടെ തലച്ചോറിൽ നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കാട്ടും നമുക്ക് എന്തൊക്കെ നെഗറ്റീവായിട്ട് വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ കൂടുതൽ ഫോക്കസ്ഡ് ആയിരിക്കും. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വന്യജീവികൾ ആക്രമിക്കുമോ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും പഴങ്ങൾ നിന്ന് വിഷമായി മാറുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും ആൾ എന്നെ ചതിക്കുന്നുണ്ടോ കൂട്ടത്തിൽ നിന്നിട്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ബ്രെയിനിൽ നോട്ട് ചെയ്യും. എന്തിനാണ്? അത് അതിജീവനത്തിൻ്റെ മാർഗ്ഗമാണ്, സുരക്ഷിതത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ നെഗറ്റീവ് ബയസാണ് നമുക്ക് കാര്യങ്ങളായിട്ട് കൈമാറി വന്നിട്ടുള്ളത്. ഈ രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇതൊരു ഹാബിച്വലായി മാറി. അതായത് ഒരു സഹായം കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ ആ കിട്ടിക്കൊണ്ടിരുന്നതിനെ ഭയങ്കര എന്താ പറയുക, ഹാബിറ്റായി മാറി. അതൊരു ശീലമായി മാറി. ശീലമായി മാറി കിട്ടാതെ വരുമ്പോൾ അത് ശീലമല്ല, അത് നമ്മുടെ ഇതുവരെ നടക്കാത്തൊരു പ്രതിഭാസമോ. അപ്പോൾ ബ്രെയിന് പെട്ടെന്ന് ചിന്തിക്കും, ഇത് ഇതുവരെ എനിക്ക് ശീലമില്ലാത്തൊരു കാര്യമാണല്ലോ എന്നൊരു തോട്ട് വരും. ഇനി സൈക്കോളജി പരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 3 കാര്യങ്ങളാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കടന്നു വരുന്നത്. ഒന്ന് കൺഫർമേഷൻ ബയസാണ്. അതായത് ഈ വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ എനിക്കൊന്നും ചെയ്തു തരുന്നില്ലല്ലോ, എന്നെ ടേക്ക് കെയർ ചെയ്യുന്നില്ലോ എന്നുള്ളൊരു മുൻവിധി അവിടെ ഓൾറെഡി ഉണ്ട്, മനസ്സിലുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തു കൊടുത്താലും ആ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് അവർക്കൊരു റെസിപ്റ്റായിട്ടോ അല്ലെങ്കിൽ അതിൽ സന്തോഷം അവർ കണ്ടെത്തില്ല. എന്ത് ചെയ്യാതിരിക്കുന്നോ ആ കാര്യത്തിൽ മാത്രം പോകും. ഇപ്പോൾ ഒരു 10 കാര്യത്തിൽ 8 കാര്യം ചെയ്തു കൊടുത്തു, 2 ചെയ്യാതിരുന്നുള്ളൂ. ആ ചെയ്യാതിരുന്ന കാര്യത്തിനെയാണ് കൂടുതലായിട്ട് ഈ പറഞ്ഞ ആളുകൾ കുറ്റപ്പെടുത്തി സംസാരിക്കുക. രണ്ടാമത്താണ് സെൻസ് ഓഫ് എൻറ്റൈറ്റിൽമെൻറ്റ്. ഈ പറഞ്ഞ വ്യക്തികൾക്ക് അവർക്ക് നമ്മൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുള്ളത് ഒരു ഉത്തരവാദിത്തം പോലെയാണ്. അതൊരു നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന പോലെയാണ് ഇവരുടെ കാഴ്ചപ്പാടുകൾ. അപ്പോൾ അതുകൊണ്ട് സംഭവിക്കും, നമ്മൾ എന്തൊക്കെ ചെയ്തു കൊടുക്കാനും ആ ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ചെയ്യാതെ പോയെന്ന് വിചാരിച്ചോ, ചെയ്ത കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ, ചെയ്യാതെ പോയ കാര്യങ്ങൾ അവർ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുന്നതിൻ്റെ കാരണം നമ്മൾ ബാധ്യസ്ഥരാണ് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്നിട്ട് ചെയ്തു കൊടുത്തില്ല. ഈ കാര്യമാണ് മുന്നോട്ട് നിൽക്കുക. ഇനി 3ാമത്തെ പോയിന്റാണ് ഇമോഷണൽ ഇൻസെക്യൂരിറ്റി. അതായത് ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും സങ്കടങ്ങളോ എന്തെങ്കിലും ട്രോമകളോ എന്തെങ്കിലും പരാജയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ പരാജയങ്ങളൊക്കെ ഉള്ളിൽ നിൽക്കുമ്പോൾ തന്നെ അവർക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇവരുടെ ഉള്ളിൽ തോട്ട് വരും, ഞാൻ പണ്ട് അങ്ങനെയൊക്കെ ചെയ്തതിനെ പ്രതിഫലമായിട്ടായിരിക്കും ഇവരിങ്ങനെ ചെയ്തു തരുന്നത് എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കും. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഫോൺ വിളിച്ചിട്ട് നമ്മളിപ്പോൾ പുറത്ത് എവിടെയെങ്കിലും ഭയങ്കര തിരക്കിലാണ്. അപ്പോൾ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടോ കൂട്ടുകാരൻ നിങ്ങളെ വിളിച്ച സമയത്ത് നിങ്ങൾക്ക് ഫോൺ എടുക്കാൻ പറ്റിയില്ല, നിങ്ങൾ തിരക്കിലായിരുന്നു. പക്ഷെ ആ ആളെന്ത് ചിന്തിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവനിപ്പോൾ എന്നെ ഒഴിവാക്കി, അല്ലെങ്കിൽ അവളിപ്പോൾ എന്നെ ഒഴിവാക്കി, എന്നെ താല്പര്യമില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇമോഷണൽ ഇൻസെക്യൂരിറ്റി അവർക്ക് ഓൾറെഡി ആ ട്രോമ ഉള്ളതുകൊണ്ട് ആ വിഷമം വീണ്ടും പുറത്ത് വരുമ്പോൾ അത് നമ്മുടെ തലയിൽ കെട്ടി വയ്ക്കാൻ നോക്കും. ഇനി ഇതിന് പുറമെ 4ാമത്തെ പോയിന്റ് ഏതാ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ലോസ് ഓഫ് അവേർഷനാണ്. ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞ പോലെ നമുക്ക് നഷ്ടപ്പെട്ട കാര്യത്തിനെ ആയിരിക്കും നമുക്ക് കൂടുതൽ സങ്കടം, നമുക്ക് കിട്ടിയ കാര്യത്തിനെ കാട്ടും. അപ്പോൾ എത്ര ചെയ്തു കൊടുത്താലും
നമുക്ക് ചെയ്യാതിരിക്കുന്ന കാര്യത്തിലാണ് കൂടുതൽ സങ്കടം വരിക. അപ്പോൾ ഈ ആളുകൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഗുണങ്ങളും ദോഷങ്ങളും നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ഇവർക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ആൾക്കാർ അവരെ തന്നെ ഒരു വിക്ടിമായിട്ട് പ്രകടിപ്പിക്കുക. അതായത് അവരെ തന്നെ കുറ്റം പറഞ്ഞ് അവരെ തന്നെ കളയിക്കൊണ്ടോ അവരെ തന്നെ തൂക്കിക്കൊണ്ടൊരു ഡയലോഗ് നമ്മുടെ മുമ്പിൽ അടിക്കും. നമ്മളിപ്പോൾ കൂട്ടത്തോടെ ഇരിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴോ, എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലോകത്ത് ഏറ്റവും വലിയ പൊട്ട ഞാൻ മാത്രമായിരിക്കുള്ളൂ, അല്ലെങ്കിൽ ലോകത്ത് ചതിക്കപ്പെട്ടവൻ ഞാൻ മാത്രമായിരിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പറയും. അപ്പോൾ സഹതാപം പിടിച്ച് പറ്റുക എന്നുള്ളതാണ്. അങ്ങനെ സഹതാപം പിടിച്ച് പറ്റിക്കഴിയുമ്പോൾ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. കുറ്റമല്ല, അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. എനിക്കിങ്ങനെ പറയാൻ ആൾക്കാരുണ്ടല്ലോ എന്നുള്ളത്. രണ്ടാമത്തെ പോയിന്റാണ് തെറ്റ് മറക്കുക. അതായത് അവർ ജീവിതത്തിൽ ചെയ്ത തെറ്റുകളോ അല്ലെങ്കിൽ നമുക്കെതിരെ ചെയ്ത തെറ്റുകളോ ഇതൊന്നും ഒരു കാര്യമായിട്ട് അവർ എടുക്കില്ല. അത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ കൂടുതൽ ഊന്നി പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഹരാസ് ചെയ്തുകൊണ്ട് ഇവർ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അവിടെ തെറ്റുകൾ മറയ്ക്കാനുള്ളൊരു മാർഗമായിട്ടാണ് ഇത് കണ്ടെത്തുന്നത്. ഇനി ഇതിൻ്റെ ഡീമെറിറ്റ്സ് അത് ഈ കേൾക്കുന്ന ആൾക്കാർക്കാണ്, അതായത് സഹായം ചെയ്യുന്ന ആൾക്കാർക്കാണ് ഇതിൻ്റെ ഡീമെറിറ്റ്സ്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എത്രയൊക്കെ സഹായം ചെയ്താലും നമുക്ക് കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ കിട്ടും. അത് നമ്മുടെ സെൽഫ് എസ്റ്റീമിനെ ബാധിക്കും. അപ്പോൾ നമുക്ക് ഉള്ളിൽ നമ്മുടെ കോൺഫിഡൻസ് തളരും. അതായത് നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ കുറേ കേട്ടുമ്പോൾ നമുക്ക് നമ്മളോടുള്ള തന്നെ ഒരു കോൺഫിഡൻസ് അതങ്ങോട്ട് പോയി കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ പെരുമാറുന്ന ആൾക്കാർ, അതായത് എത്ര ചെയ്തു കൊടുത്താലും ആ ചെയ്ത കാര്യത്തിന് നന്ദിയില്ലാതെ ചെയ്യാത്ത കാര്യങ്ങളെ മാത്രം കുറ്റപ്പെടുത്തി നമ്മൾ സംസാരിക്കുന്ന ആൾക്കാരെ പിന്നിലുള്ള സൈക്കോളജി, മാനസികാവസ്ഥയൊക്കെയാണ് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ അതവർ കുറ്റമായിട്ട് കാണണ്ട. പിന്നെ അവർ തിരുത്താൻ പോകാതിരിക്കലാണ് ഏറ്റവും വലിയ നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇനി ഇതിൽ 2 കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്താൽ മതി. അതായത് ഇങ്ങനത്തെ മാനസികമായിട്ട് ബുദ്ധിമുട്ട് നമുക്ക് വരാതിരിക്കാൻ, അതായത് നമ്മൾ സഹായം ചെയ്തു കൊടുത്തിട്ട് നമുക്ക് കുറ്റപ്പെടുത്തൽ കേൾക്കുമ്പോൾ നമുക്ക് തിരിച്ച് വരാതിരിക്കാനായിട്ട്, സങ്കടം വരാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, മറ്റുള്ളവരുടെ വാലിഡേഷൻ കേൾക്കാതിരിക്കുക. അതായത് നമ്മളിപ്പോൾ ഒരു നല്ല കാര്യങ്ങൾ ചെയ്തു, സഹായം ചെയ്തു, ആ ചെയ്ത കാര്യത്തിന് താങ്ക്സ് എന്ന വാക്കോ അല്ലെങ്കിൽ തിരിച്ച് നിനക്ക് കിട്ടണമോ എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ എടുത്ത് കളയുക. രണ്ടാമത്തെ കാര്യമാണ് കീപ് ഹെൽത്തി ബൗണ്ടറീസ്. അതായത് ഈ ഇത്തരം കാറ്റഗറിപ്പെട്ട ആൾക്കാരോട് നമ്മൾ നമ്മുടെ ബൗണ്ടറികൾ കറക്റ്റായിട്ട് കീപ്പ് ചെയ്യണം. അതായത് ഞാനെന്ന വ്യക്തി ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എൻ്റെ ചില കാര്യങ്ങൾ ചിട്ടകൾ ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹെൽത്തി ബൗണ്ടറീസ് കീപ്പ് ചെയ്യുക. അതേപോലെ അധികം കമ്മ്യൂണിക്കേഷൻ കൊടുക്കാതിരിക്കാന്നല്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പ്രശ്നങ്ങൾ വരുന്നു എന്നുള്ള സമയമാകുമ്പോഴത്തേക്കും നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകാൻ ശ്രമിക്കുക. ഈ 2 കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന മാനസിക ബുദ്ധിമുട്ട് കുറയ്ക്കാൻ പറ്റും. അവരെ മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണും വരെ ബൈ.